എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 1, അതിലെ ഒന്നാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോവിങ് ഫ്യൂവൽസ് അപ്രോപ്രിയേറ്റ്ലി. താഴെ പറയുന്ന ഇന്ധനങ്ങളെ അനുയോജ്യമായ രീതിയിൽ വർഗീകരിക്കുക. ഫയർവുഡ്, പെട്രോൾ, കോൾ, LPG, അസറ്റലൈൻ, ഡങ്ക് ബർണർ, CNG, ഡീസൽ, ഹൈഡ്രജൻ, കെറോസിൻ. ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർഗീകരിക്കണം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം. ആൻസർ: സോളിഡ് ഫ്യൂവൽസ്. ഏതൊക്കെയാണ് സോളിഡ് ഫ്യൂവൽസ്? ഫയർവുഡ്, കോൾ, ഡങ്ക്. ഡങ്ക് എന്ന് പറഞ്ഞാൽ ചാണകവർലയാണ് കേട്ടോ. ഇനി അടുത്ത ഏതാണ്? ലിക്വിഡ് ഫ്യൂവൽസ്. ഏതൊക്കെയാണ് ലിക്വിഡ് ഫ്യൂവൽസ്? പെട്രോൾ, ഡീസൽ, കെറോസിൻ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്. ഇനി അടുത്തതാണ് ഗ്യാഷ്യസ് ഫ്യൂവൽസ്. ഏതൊക്കെയാണ്? LPG, CNG, അസറ്റലൈൻ, ഹൈഡ്രജൻ. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് LPG. ആൻസർ: ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ CNGയുടെ ഫുൾ ഫോം എന്തായിരിക്കും? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഈ രണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, വേർ ഈസ് ഹൈഡ്രജൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ഹൈഡ്രജൻ എവിടെയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്? ഉത്തരം: ഇൻ റോക്കറ്റ്സ്. Activity 2, observe the picture. A question, what is this device? B question, what energy is used in this? C question, write 3 benefits of using such devices to the maximum. ഇത്തരം ഉപകരണങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 3 നേട്ടങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നോക്കിയാലോ. എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? വാട്ട് ഈസ് ദ ഡിവൈസ്. എന്താണ് ഈ ഡിവൈസ്? വിൻമിൽ, അറിയാം അല്ലേ. രണ്ടാമത്തത്, വാട്ട് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദീസ്. ഇതിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിൻഡ് അഥവാ കാറ്റ്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സച്ച് ഡിവൈസസ് ടു മാക്സിമം. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 3 ഗുണങ്ങളാണ് ചോദിക്കുന്നത്. ഉത്തരം: നോ മാറ്റർ ഹൗ മച്ച് യു യൂസ് ഇറ്റ് വിൽ നോട്ട് ബി എക്സ്ഹോസ്റ്റഡ്. എത്ര ഉപയോഗിച്ചാലും ഇത് തീർന്നു പോകില്ല. ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ. ഇത് മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കോസ്റ്റ് എഫക്റ്റീവ്. ചിലവ് താരതമ്യേന കുറവാണ്. ഇനി ആക്ടിവിറ്റി 3, ഇതിലെ ഒന്നാമത്തെ ചോദ്യമാണ്, ക്ലാസിഫൈ ദ എനർജി സോഴ്സസ് ലിസ്റ്റഡ് ഹിയർ ഇൻ ടു 2 കാറ്റഗറീസ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഇതിന്റെ മലയാളത്തിലു ഇവിടെ ചേർത്തിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നും പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നും രണ്ടായി തരംതിരിച്ച് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വിൻഡ്, പെട്രോൾ, സൺലൈറ്റ്, LPG, വാട്ടർ വേവ്സ്, കെറോസിൻ. ഇനി ഉത്തരത്തിലേക്ക് പോയാലോ. ഏതൊക്കെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പെട്രോൾ, LPG, കെറോസിൻ. ഏതൊക്കെയാണ് റിന്യൂവബിൾ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പുതുക്കി തീർന്നു പോകാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? വിൻഡ്, വാട്ടർ വേവ്സ്, സൺലൈറ്റ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ്, ഓൾ ദ എംപ്ലോയീസ് ഇൻ ആൻ ഓഫീസ് കം ടു ദ ഓഫീസ് ഓൺ ബൈസൈക്കിൾസ്. ഹൗ ഡസ് ദിസ് ഹെൽപ്പ് ഇൻ എനർജി കൺസർവേഷൻ. ഒരു ഓഫീസിലെ എല്ലാ ജീവനക്കാരും സൈക്കിളിലാണ് ഓഫീസിൽ എത്തുന്നത്. ഇത് ഊർജ്ജ സംരക്ഷണത്തിന് എങ്ങനെയെല്ലാം സഹായിക്കുന്നു? ആൻസർ: നോ ഫ്യൂൽ ഈസ് യൂസ്ഡ് ഇൻ ദ സൈക്കിൾ, ഹെൻസ് എനർജി കൺസർവേഷൻ ഈസ് മെയിൻറ്റെയിൻഡ്. സൈക്കിളിൽ ഒരു ഇന്ധനവും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഊർജ്ജ സംരക്ഷണം സംരക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പാലിക്കപ്പെടുന്നു. ഇനി ഇതിലെ തന്നെ മൂന്നാമത്തെ ചോദ്യമാണ്, റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഹെർത്ത്. മെച്ചപ്പെട്ട വിറകടുപ്പിന്റെ 2 സവിശേഷതകൾ എഴുതുക. ദ ഹെർത്ത് ഷുഡ് ഹാവ് സഫിഷ്യന്റ് ഇന്റേണൽ ഡയമീറ്റർ ടു ഫെസിലിറ്റേറ്റ് എയർ സർക്കുലേഷൻ. വായുസഞ്ചാരം സുഗമമാക്കാൻ ആവശ്യമായ ഉൾവ്യാസം അടുപ്പിന് ഉണ്ടായിരിക്കണം. There should be a system for smoke to escape. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനവും അടുപ്പിന് ഉണ്ടായിരിക്കണം. ഇനി ആക്ടിവിറ്റി 4, അതിലെ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് 5 തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡൺ ടു പ്രൊട്ടക്ട് യുവർ ഐസ്. കണ്ണിന്റെ സംരക്ഷണത്തിനായി ചെയ്യാവുന്ന 5 കാര്യങ്ങൾ എഴുതുക. ആൻസർ: ഇഫ് ഡസ്റ്റ് ഗെറ്റ്സ് ഇൻ യുവർ ഐസ്, ഡു നോട്ട് റബ് യുവർ ഐസ് ഓർ ബ്ലോ ഇൻ ടു ദം. വാഷ് ദം കെയർഫുള്ളി വിത്ത് കോൾഡ് വാട്ടർ. കണ്ണിൽ പൊടിയും മറ്റും വീണാൽ കണ്ണ് തിരുമുകയോ കണ്ണിലേക്ക് ഊതുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം ഉപയോഗിച്ച് ശ്രദ്ധയോടെ കഴുകണം. ഡു നോട്ട് റീഡ് ഇൻ ഡിം ഓർ ബ്രൈറ്റ് ലൈറ്റ്. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും വായിക്കരുത്. ഡു നോട്ട് റീഡ് ഇൻ എ മൂവിംഗ് ബസ് ഓർ വൈൽ വാക്കിംഗ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലോ നടന്നുകൊണ്ടോ വായിക്കരുത്. ഡു നോട്ട് വാച്ച് TV കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. ദീർഘനേരം തുടർച്ചയായി TV കാണരുത്. ദർ ഷുഡ് ബി സഫിഷ്യന്റ് ലൈറ്റ് ഇൻ ദ റൂം വെയർ ദ TV ഈസ് പ്ലേസ്ഡ്. TV വെച്ചിരിക്കുന്ന മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. ഇതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ്, ഹൗ ഡസ് ദ ഹിയറിംഗ് എയ്ഡ്സ് ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്?
ശ്രവണ സഹായികൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെ? ആൻസർ: ഇൻക്രീസസ് ദ വോളിയം ഓഫ് ദ സൗണ്ട്, ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടുന്നു. മേക്സ് ദ സൗണ്ട് ക്ലിയർ, ശബ്ദത്തിന് വ്യക്തത വരുത്തുന്നു. ആക്ടിവിറ്റി 5. A discussion was held on various eye diseases and how to protect the ears in the program with the doctor, organized by the Science Club. ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡോക്ടറോടൊപ്പം എന്ന പരിപാടിയിൽ വിവിധ നേത്രരോഗങ്ങളെക്കുറിച്ചും ചെവി സംരക്ഷണം എങ്ങനെയെന്നുമുള്ള ചർച്ച നടന്നു. ഇനി എ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. റൈറ്റ് ദ നെയിം ആൻഡ് സിംറ്റംസ് ഓഫ് എനി ഡിസീസ് ദാറ്റ് അഫക്ട്സ് ദ ഐസ്. കണ്ണിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേരും ലക്ഷണങ്ങളും എഴുതുക. അതിലൊരു രോഗമാണ് എന്ത്? കൺജക്ടിവിറ്റീസ് അഥവാ ചെങ്കണ്ണ്. ഇനി നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് നോക്കിയാലോ. ഐ പെയിൻ, ഇച്ചി ഐസ്, റെഡ് ഐസ്, ടിയേഴ്സ് ഇൻ ദ ഐസ്, ഇൻക്രീസ്ഡ് ടിയേഴ്സ്, സ്വെല്ലിംഗ് ആൻഡ് തിക്കനിങ് ഓഫ് ദ ഐലിഡ്സ്, ബ്ലാക്ക്നെസ് ഇൻ ദ ഐസ്. അതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് വി ഡു ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇയേഴ്സ്? ചെവിയുടെ സംരക്ഷണത്തിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് പോർ വാട്ടർ, ഓയിൽ ഓർ അതർ ലിക്വിഡ്സ് ഇൻ ടു ദ ഇയേഴ്സ്. ചെവിയിൽ വെള്ളമോ എണ്ണയോ മറ്റ് ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ഡു നോട്ട് പുട്ട് ഫോറിൻ ഒബ്ജക്ട്സ് ഇൻസൈഡ് ദ ഇയേഴ്സ്. ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ കടത്തരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് നോയിസസ് കണ്ടിന്യൂസ്ലി. വലിയ ശബ്ദം തുടർച്ചയായി കേൾക്കരുത്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ റിസീവ്സ് സൗണ്ട് ആൻഡ് പാസസ് ഇറ്റ് ഇൻ ടു ദ ഇയർ? ശബ്ദത്തെ സ്വീകരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ആൻസർ: ഇയർ പീസ്. ഇതിനെ മലയാളത്തിൽ ചെവിക്കുട എന്ന് പറയും. ഇനി ആക്ടിവിറ്റി 6. എ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? റൈറ്റ് 4 അഡ്വാൻറ്റേജസ് ഓഫ് ദം. കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നാൽ എന്ത്? ഇവയുടെ 4 പ്രയോജനങ്ങൾ എഴുതുക. ആദ്യം നമുക്ക് വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ മാൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് അഥവാ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. അത്രയേ ഉള്ളൂ. ഒന്നാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെയോ നാവിഗേഷൻ, മൂന്നാമത്തെ എന്താണ്? വെദർ ഫോർകാസ്റ്റിംഗ്, നാലാമത്തെയോ റിമോട്ട് സെൻസിങ്, അഞ്ചാമത്തെയോ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഡിഫൻസ് ആക്ടിവിറ്റീസ്. ഇതിനൊക്കെ വേണ്ടിയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. വു എസ്റ്റാബ്ലിഷ്ഡ് ദ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ? തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ: വിക്രം സാരാഭായ്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് സോളാർ എക്സ്പെഡിഷൻ? ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം: ആദിത്യ L1. ആക്ടിവിറ്റി 7. സ്കൂൾ സ്റ്റുഡൻസ് വെന്റ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടു തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ദേ ഒബ്സർവ്ഡ് വേരിയസ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് ഒരു പഠനയാത്ര നടത്തി. അവർ വിവിധ തരത്തിലുള്ള പക്ഷികളെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കി. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. എ ക്വസ്റ്റ്യൻ. വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ് വുഡ് ദേ ഹാവ് റെക്കോർഡഡ് ഇൻ ദിയർ ഒബ്സർവേഷൻ നോട്ട്സ്? പക്ഷികളുടെ ഏതെല്ലാം സവിശേഷതകളാണ് അവർ നിരീക്ഷണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക? നമ്മളപ്പോൾ എന്താ എഴുതേണ്ടത്? പക്ഷികളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ അവയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ആൻസർ: അവര് പക്ഷികളുടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഒബ്സർവ് ചെയ്ത് അവരെ നോട്ടിൽ എഴുതിയത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആൻസർ നോക്കാം. ഒന്നാമത്തെ അവർ എഴുതിയ സവിശേഷത എന്താണ്? പക്ഷികളുടെ കളർ, സൈസ്, ഷേപ്പ്. രണ്ടാമത്തെയോ ഫുഡ് ആൻഡ് ഫുഡ് അക്വിസിഷൻ മെത്തേഡ്, ആഹാരവും ആഹാര സമ്പാദന രീതിയും. മൂന്നാമത്തെയോ ഫീച്ചേഴ്സ് ഓഫ് ബീക്ക് ആൻഡ് ലെഗ്സ്, കൊക്കിന്റെയും കാലിന്റെയും പ്രത്യേകതകൾ. അടുത്തതോ ഫീച്ചേഴ്സ് ഓഫ് ഫെദേഴ്സ്, തൂവലുകളുടെ പ്രത്യേകത. അടുത്തതോ ഫ്ലൈയിങ് സ്റ്റൈൽ, പറക്കുന്ന രീതി. അടുത്തതോ സൗണ്ട്, ശബ്ദം. അടുത്തതോ പ്ലേസ് ഓഫ് ഒക്യൂറൻസ്, കാണപ്പെടുന്ന സ്ഥലം. ഇനി ഇതിന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് 2 areas in Kerala where migratory birds come in large numbers. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വന്നെത്തുന്ന 2 പ്രദേശങ്ങളുടെ പേരെഴുതുക. ആൻസർ: തട്ടേക്കാട്, കുമരകം. ഇനി ഇതിലെ തന്നെ സി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് എ വേൾഡ് ഫേമസ് ഇന്ത്യൻ ബേർഡ് വാച്ചർ. ലോകപ്രസിദ്ധനായ ഒരു ഇന്ത്യൻ പക്ഷി നിരീക്ഷകന്റെ പേരെഴുതുക. സലീം അലി. ആക്ടിവിറ്റി 8. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ നെയിം ഗിവൺ ടു ആനിമൽസ് ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് യങ്? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? ആൻസർ: മാമൽസ്. ബി ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗാനിസം ക്യാൻ ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ ഏതാണ്? ആൻസർ: ആംഫീബിയൻസ്. ഇതിന് സി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ യങ് ദാറ്റ് ഹാച്ച് ഫ്രം ദ eggs of some organisms that do not resemble the mother organism?
ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സദൃശ്യമില്ലാത്തവയാണ്. ഇവയ്ക്ക് പറയുന്ന പേര് എന്ത്? ആൻസർ ലാർവകൾ അല്ലെങ്കിൽ ലാർവ എന്ന് പറയും. ഡി. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് അണ്ടർഗോസ് മെറ്റാമോർഫോസിസ്. രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് നടക്കുന്ന ജീവികൾക്ക് ഉദാഹരണം എഴുതുക. ആൻസർ ഫ്രോഗ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മെറ്റാമോർഫോസിസ്? മലയാളത്തിലെ മെറ്റാമോർഫോസിസിനെ രൂപാന്തരണം എന്നാണ് പറയാം. അപ്പോൾ ഇതിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഒന്നാമത്തെ ഘട്ടമാണ് എഗ്, രണ്ടാമത്തെ ഘട്ടമാണ് ലാർവ, മൂന്നാമത്തെ ഘട്ടമാണ് പ്യൂപ്പ. പക്ഷെ അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. ഫ്രോക്സ് ഡു നോട്ട് ഹാവ് എ പ്യൂപ്പ സ്റ്റേജ്. തവളകളുടെ കാര്യം എത്തുമ്പോൾ അതിന് ഒരു പ്യൂപ്പ സ്റ്റേജ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള സ്മോൾ ഓർഗാനിസംസിനൊക്കെ ആ സ്റ്റേജ് ഉണ്ടാവും. നാലാമത്തെ സ്റ്റേജ് ആണ് അഡൾട്ട്. ആക്ടിവിറ്റി 9, അതിലെ എ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ഡയഗ്രാം ഓഫ് ദ സ്റ്റാർ ക്ലസ്റ്റർ ഓർ കൺസ്റ്റലേഷൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. താഴെ നക്ഷത്രക്കൂട്ടങ്ങളുടെ രേഖാചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കൂ. അവയുടെ പേരുകൾ എഴുതുക. ഞാൻ നക്ഷത്രക്കൂട്ടങ്ങളെ ABC എന്നാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ പേരാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. എ എന്താണ്? ദ ഹണ്ടർ, അതിനെ ഓറിയോൺ എന്നും പറയും. ബി എന്താണ്? സപ്തർഷീസ്. സിയോ സ്കോർപിയസ്. ഇനി ബി ക്വസ്റ്റ്യൻ. സെലക്ട് ആൻഡ് റൈറ്റ് ഓൺലി ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഫോർ സ്റ്റാർ ഒബ്സർവേഷൻ. നക്ഷത്ര നിരീക്ഷണത്തിന് സഹായകരമായ പ്രസ്താവനകൾ താഴെ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതൊരു 5 പ്രസ്താവനകൾ അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ശരിയല്ല. സ്റ്റാർ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് 2 എണ്ണം ശരിയാണ്. 2 എണ്ണം മാത്രമാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. ഞാനൊന്ന് വായിക്കാം. എ സ്റ്റാർ മാപ്പ് ഷുഡ് ബി യൂസ്ഡ്. എ ക്ലിയർ സ്കൈ വിത്ത് എ മൂൺ ഈസ് ചോസൺ ഫോർ സ്റ്റാർ ഒബ്സർവേഷൻ. The light from the surrounding electric lights is helpful for sky observation. An open area with no light and a view to the horizon should be chosen for observation. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ നാലാമത്തെയാണ് കേട്ടോ ശരി. ഒന്നാമത്തേത് എ സ്റ്റാർ മാപ്പ് ഷുഡ് ബി യൂസ്ഡ്. നാലാമത്തേത് ആൻ ഓപ്പൺ ഏരിയ വിത്ത് നോ ലൈറ്റ് ആൻഡ് എ വ്യൂ ടു ദ ഹൊറിസോൺ ഷുഡ് ബി ചോസൺ ഫോർ ഒബ്സർവേഷൻ. അടുത്തത് ആക്ടിവിറ്റി 10, അതിലെ എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലാർവ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം. ഇവിടെ തവളയും പാറ്റയും ഉണ്ടല്ലേ, ഫ്രോഗ് ആൻഡ് കോക്രോച്ച്. ഫ്രോഗിന്റെ ലാർവ ഏതാണ്? ടാഡ്പോൾ. ഇനി അടുത്തത് കോക്രോച്ചിന്റെ ലാർവ ഏതാണ്? നിംഫ്. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ചേഞ്ച് ദാറ്റ് ഒക്യൂസ് ഇൻ സച്ച് ഓർഗാനിസംസ്? ഇത്തരത്തിൽ ജീവികൾക്കുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ മെറ്റാമോർഫോസിസ്. അതായത് മലയാളത്തിൽ അതിന് രൂപാന്തരണം എന്ന് പറയും. വാൽമാക്രി തവളയും നിംഫ് പാറ്റയുമൊക്കെ ആയി മാറുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, അത് തന്നെയാണ് എന്ത്? മെറ്റാമോർഫോസിസ്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ. എ ബട്ടർഫ്ലൈ ഗാർഡൻ ഈസ് എ സിസ്റ്റം ഫോർ അട്രാക്ടിംഗ് ബട്ടർഫ്ലൈസ്. റൈറ്റ് എനി 2 തിങ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ മേക്കിംഗ് എ ബട്ടർഫ്ലൈ ഗാർഡൻ. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിനുള്ള സംവിധാനമാണല്ലോ ശലഭോദ്യാനം. ശലഭോദ്യാന നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക. പ്ലാന്റ്സ് ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ആർ നീഡഡ്. പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ വേണം. പ്ലാന്റ്സ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ലേയിങ് എഗ്സ് ഫോർ ഈച്ച് ബട്ടർഫ്ലൈ. അതാത് ശലഭത്തിന് മുട്ടയിടാൻ വേണ്ട സസ്യങ്ങളും വേണം.